സർ, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അവർ പണ്ട് എടുത്തിട്ടുള്ള ആ പ്രോ ജിന്ന നിലപാടുണ്ടല്ലോ, പാകിസ്ഥാൻ വിഭജനവുമായൊക്കെ ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നിലപാട് അതിനോട് സമാനമല്ലേ? യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരു ഒരു പ്രശ്നം ഈ കോൺഗ്രസിനെ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നതാണ്. അത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മറ്റും എടുക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാഹുൽ ഗാന്ധിയും മറ്റും എടുത്തിട്ടുള്ള ഒരു 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 രാജ്യവിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾക്ക് അതുകൊണ്ട് മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിലും ഒക്കെ തന്നെ നെഹ്റുവും കൂട്ടരും എടുത്തിട്ടുള്ള സമീപനവും ഏതാണ്ടൊക്കെ സമാനമായിരുന്നു. ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ആള് പാകിസ്ഥാന്റെ രൂപീകരണത്തിന് വഴിവെച്ച മുസ്ലിം ലീഗിന്റെ നേതാവ് അക്ഷരാർത്ഥത്തിൽ നെഹ്റുവിന്റെ ഉറ്റ സുഹൃത്തായിരുന്നില്ലേ? നെഹ്റുവിന് അത്തരം അടുപ്പമുള്ള ഒരാളെ എന്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തിയില്ല? മാത്രമല്ല, അന്നൊക്കെ നെഹ്റുവും ജിന്നയും ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നത്, മതത്തിന്റെ പേരിൽ ഇന്ത്യയെ വിഭജിച്ചിട്ടാണെങ്കിലും രണ്ടുപേർക്കും രണ്ട് രാജ്യത്തിന്റെയും ഭരണാധികാരിമാരാവണം എന്നതല്ലേ? ആണെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. സാഹചര്യ തെളിവുകളും ചില ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തില് ജിന്ന കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളാണ്. കോൺഗ്രസിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്ത് വന്നത്. കോൺഗ്രസിനുള്ളിൽ ഇരുന്നു കൊണ്ട് മതരാഷ്ട്രീയം പയറ്റുകയായിരുന്നു ജിന്ന ചെയ്തത്. ഒരു ഘട്ടം വരെ നമ്മൾ ഓർക്കേണ്ടത്, ഒരു ഘട്ടം വരെ നെഹ്റു ഉൾപ്പെടെയുള്ളവര് ജിന്നയെ പിന്താങ്ങിയിരുന്നു. കാരണം ഇന്ത്യയിലുള്ള ഒരു വലിയ മുസ്ലിം ജനാവലിയെ കൂടെ നിർത്താൻ ജിന്നയുടെ സഹായം ആവശ്യമാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കണം. അപ്പൊ ജിന്നയെ പ്രൊമോട്ട് ചെയ്തു കോൺഗ്രസിനുള്ളിൽ ഒരു പരിധിവരെ. അന്ന് വേറെയും ദേശീയവാദികളായ മുസ്ലിം നേതാക്കന്മാര് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരെക്കാൾ ഉപരി പ്രാധാന്യം നൽകി ജിന്നയ്ക്ക് ഒരു പിന്തുണ കൊടുക്കാൻ നെഹ്റു തയ്യാറായില്ല. ആ പിൻബലത്തിലല്ലേ യഥാർത്ഥത്തില് ഇന്ത്യയിൽ ഒരു നിരാഷ്ട്രവാദം ഉയർത്തിയത്, മതത്തിന്റെ പേരിൽ ഒരു പ്രത്യേക രാജ്യം എന്ന വാദം ഉയർത്തിയത്? ഇന്ത്യയുടെ ആഗ്രഹം എന്തായിരുന്നു? കോൺഗ്രസിന്റെ ആഗ്രഹം എന്തായിരുന്നു? യഥാർത്ഥത്തില് 47 ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നല്ലേ? അങ്ങനെയാണ് എല്ലാവരും ആഗ്രഹിച്ചത്, എല്ലാവരും ചിന്തിച്ചത്, ഗാന്ധിജി പോലും. പക്ഷെ അതിനിടയിൽ വന്നിട്ടുള്ള ദ്വിരാഷ്ട്രവാദം, മുസ്ലിം രാഷ്ട്രവാദം, അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ അന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നെങ്കിൽ, കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നുവെങ്കിൽ കഴിയുമായിരുന്നു. ഗാന്ധിജി ആ നിലയ്ക്കാണ് പെരുമാറിയത് അവസാനം വരെ. ഗാന്ധിജി പറഞ്ഞല്ലോ, എന്റെ മൃതശരീരത്തിന് മുകളിൽ കൂടിയേ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ പറ്റൂ എന്ന്. നേതാജി സുഭാഷ് ചന്ദ്ര ബോസിനെ പോലുള്ള പാട്രിയറ്റുകൾ അല്ലെങ്കിൽ രാജ്യസ്നേഹികൾ ഈ നെഹ്റുവിയൻ കോൺഗ്രസ് നിലപാടുകളെ ശക്തമായിട്ട് എതിർത്തു. ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, അല്ലാതെ പറ്റില്ല. കാരണം പാകിസ്ഥാൻ എന്നുള്ള വാദഗതി മോളയിലെ നുള്ളണം എന്നുള്ള നിലപാടും അവർക്കുണ്ടായിരുന്നു. അവസാനം ഗാന്ധിജിയെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് നെഹ്റു പാകിസ്ഥാനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ ഒന്നിച്ച് നിർത്തിക്കൂടാ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്ത ഉള്ള സമയത്തും കോൺഗ്രസിനകത്ത് ഒരു വലിയ വിഭാഗത്തിന്, സർദാർ പട്ടേലിനെ പോലെ, ആചാര്യ കൃപലാനിയെ പോലെ, ജയപ്രകാശ് നാരായണനെ പോലെ, ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള പഴയ കാലത്തെ യങ് ടർക്കുകൾക്ക് മാത്രമല്ല, ആ ഒരു ദേശാഭിമാനം മനസ്സിൽ തോന്നിയ ആൾക്കാരൊക്കെ തന്നെ ഈ മതരാഷ്ട്രവാദത്തെ എതിർത്തിരുന്നു. പക്ഷെ മൗണ്ട് ബാറ്റനുമായി ചേർന്ന് സന്ധി ഉണ്ടാക്കി ജിന്നയും മൗണ്ട് ബാറ്റനും നെഹ്റുവും കൂടി ചേർന്ന്
സ്വാതന്ത്ര്യത്തിനുള്ള കളമൊരുക്കുമ്പോൾ 2 രാജ്യം എന്നുള്ള സങ്കല്പം കൊണ്ടുവരികയല്ലേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, മുമ്പൊരു കാര്യം കൂടി ഓർക്കണം. 921 ഖിലാഫത്ത് സമരത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് പോലും 921 കാലഘട്ടത്തിൽ പോലും ജിന്ന ഈ മുസ്ലിം മതവാദത്തിന് അത്രമാത്രം അനുകൂലമല്ലായിരുന്നു. ഖിലാഫത്ത് വാദം കൊണ്ടുവന്നിട്ട് ഗാന്ധിജി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോ അത് നമ്മൾ ഓർക്കണം, നമ്മുടെ നിസ്സഹകരണ സമരത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇതിനെ രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കാൻ പോയ സമയത്ത് ജിന്ന എതിർത്തിരുന്നു. ജിന്നയുടെ നിലപാട് നിസ്സഹകരണ സമരത്തിനൊപ്പം ഇന്ത്യൻ മുസ്ലിംസ് വരും, അതിനൊരു ഖിലാഫത്ത് സമരത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക പോലും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ മലബാറിൽ മാപ്പിള കലാപം ഉണ്ടാകുന്നത്, മലബാർ കലാപം ഉണ്ടാകുന്നത്, ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതും ഒക്കെ ആ കാലഘട്ടത്തിലാണ്. അപ്പൊ അന്ന് പോലും ജിന്നയ്ക്ക് മറ്റൊരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. മാത്രമല്ല, ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും നിസ്സഹകരണ സമരത്തെയും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു നിലപാട് അന്ന് ജിന്ന സ്വീകരിച്ചിരുന്നു. പിന്നീട് നമ്മൾ കാണേണ്ടത്, പാകിസ്ഥാൻ രൂപീകരിക്കേണ്ട സ്ഥിതി വന്നപ്പോ അതില് നെഹ്റുവിന്റെ ടാക്ടിക്സ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിക്കൂടാ. ഞാൻ മുമ്പും ഒരു വേളയിൽ സൂചിപ്പിച്ചു ജമ്മു കാശ്മീരിന്റെ കാര്യം. കാശ്മീർ മഹാരാജാവ് ആ രാജ്യത്തെ ഇന്ത്യയിൽ സ്വമേധയാ ലയിപ്പിക്കാൻ തയ്യാറായിരുന്നു. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷെ നെഹ്റു എടുത്ത നിലപാടെന്താ? നെഹ്റു പറഞ്ഞത് ഒന്നില്ലെങ്കിൽ കാശ്മീർ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ലയിക്കണമെന്നാണ്. അത് തടയാൻ, പാകിസ്ഥാൻ ലയിക്കുന്നത് തടയാൻ സർദാർ പട്ടേലിന് കഴിഞ്ഞു. RSSന്റെ അന്നത്തെ സർസംഘചാലക്കായിരുന്ന ഗുരുജി ഗോൾവൽക്കറെ കടപിടിച്ചതും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നീട് എന്റെ ഓർമ്മയിൽ വരുന്നത് നെഹ്റുവിന്റെ ഒരു വിവാദ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത്, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല. ഇത് ആനന്ദ് ബസാർ പത്രികയിൽ 1952 അച്ചടിച്ചു വന്ന അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമാണ്. പാകിസ്ഥാന്റെയുമല്ല. കാശ്മീർ ഇന്ത്യയിൽ ലയിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ആത്യന്തികമായി കാശ്മീർ നേതാക്കളാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത് എന്ന്. അപ്പൊ ഈ കാശ്മീരില് ഒരു എന്താ പറയാ, ഈ കാശ്മീരിനകത്ത് കാശ്മീർ എവിടെ പോകണം എന്ന് വോട്ടെടുപ്പ് നടത്തണം എന്നുള്ള ഒരു വാദഗതി പിൽക്കാലത്ത് പലരും ഉന്നയിച്ചു. പാകിസ്ഥാൻ ഇന്ന് ഉന്നയിക്കുന്ന കാര്യമാണ്. ആ വാദഗതിക്ക് അനുകൂലമായിട്ട് നെഹ്റു പരസ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം പോലും നിലപാടെടുത്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നതും കാശ്മീരിനെ പ്രത്യേക രാജ്യത്തെ പോലെ നിലനിർത്താൻ ശ്രമിച്ചതും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിപ്പോ ഈ അടുത്ത കാലത്താണ് നരേന്ദ്രമോദി ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത്. അപ്പോ ഈ നെഹ്റു കുടുംബം ഏത് കാലത്തും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒരു ത്രെട്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊപ്പം അവർ നിന്നിട്ടില്ല എന്നതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ആ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നേതാജിയുടെയും ഒക്കെ കാര്യം. സ്വാതന്ത്ര്യത്തിന് ശേഷമോ വളരെ വളരെ ശക്തരായ ദേശീയ ബോധം മനസ്സിലേറിയിരുന്ന നേതാക്കൾ അംബേദ്കറെ പോലെ, ശ്യാമപ്രസാദ് മുഖർജിയെ പോലെ, ജയപ്രകാശ് നാരായണനെ പോലെ, ആചാര്യ കൃപലാനിയെ പോലുള്ളവരെ കോൺഗ്രസ് തഴയുകയായിരുന്നില്ലേ? സർദാർ പട്ടേൽ എത്രത്തോളം പീഡനം നെഹ്റു മന്ത്രിസഭയിൽ അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ ഈ നിലയിൽ ഏത് കാലത്തും ഒരു രാജ്യത്തിന് അപകടകരമാകുന്ന നിലപാടുകൾ സ്വീകരിച്ച പാരമ്പര്യം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് തന്നെയാണ് ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസ് തുടരുന്നത്. അതിലാകെയുള്ള ഒരു ആശ്വാസം, ഇപ്പോ വിദേശത്ത് പോയിട്ടുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽപ്പെട്ട നേതാക്കന്മാര്, ശശി തരൂർ ഉൾപ്പെടെയുള്ള, ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ളവര്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര്, OIC പോലുള്ളവര് പുറത്ത് പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ന്യായ വശങ്ങള് വിശദീകരിക്കുന്നു. ആ ഒരു മാറ്റം രാജ്യത്തുണ്ടാക്കാൻ മോഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.